ശ്രദ്ധിച്ചേ, ഇത് കുടുംബങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതാണ്. അത് സമാധാനത്തോടെ ഒന്ന് കേട്ടിട്ട് കുടുംബങ്ങളിൽ ഒന്ന് നടപ്പിലാക്കിയാൽ തിരുവുദ്ധാനത്തിന്റെ പ്രകാശം നമ്മുടെ വീട്ടകങ്ങളിൽ നിറയും. കുടുംബങ്ങളിൽ പൊതുവെ നമ്മൾ കാണുന്നതാണ് ഒന്ന് അൺഫോർഗീവ്നെസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുറിവുകളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷെ പൊറുക്കാൻ പറ്റുന്നില്ല. അൺഫോർഗീവ്നെസ്, ഈഗോ, പ്രൈഡ്, ഞാനെന്ന ഭാവം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നൊക്കെ പറയുന്ന ഇതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി. ഇതൊക്കെ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നില്ലേ? അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ, പ്രൈഡ്, ഈഗോ, പിന്നെ ഈ പറഞ്ഞ ശരി ഇതാണ് ശരി എന്ന് പറയുന്ന വാശി പിടിക്കുന്നത്, ഇതൊക്കെ കുടുംബങ്ങളിൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ? പാപം ഭരിക്കുകയാണ് കുടുംബങ്ങളെ. സിൻ റെയിൻസ്, പാപം ഭരിക്കുകയാണ്. മാറ്റാൻ എന്താ ചെയ്യട്ടെ? തിരുവുദ്ധാനത്തിന്റെ ചൈതന്യം കുടുംബങ്ങളിലേക്ക് വരാൻ. വിക്ടറി വിൽ റീച്ച് യുവർ ഹോം. കർത്താവിന്റെ തിരുവുദ്ധാനത്തിന്റെ വിജയം നിങ്ങളുടെ കുടുംബങ്ങളിലെത്തും. ഇപ്പോ when someone forgives first, ഒരാൾ ആദ്യം ഒന്ന് ക്ഷമിക്കുമ്പോൾ തിരുവുദ്ധാനത്തിന്റെ പ്രകാശം വീട്ടിലേക്ക് വരികയാണ്. humbles themselves. നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസമായിട്ട് മിണ്ടുന്നില്ലെന്നേ, വഴക്കുണ്ടാക്കിയിട്ട് ഒരു ദിവസമായി മിണ്ടാതിരുന്നിട്ട് രണ്ടുപേർക്കും എന്താ എളിമപ്പെടാൻ പറ്റുന്നില്ല. ഒരാള് പോട്ടെ, ആത്മാഭിമാനമൊക്കെ വ്രണപ്പെടും, പക്ഷെ ഒരല്പം താന്ന് പോയി പോട്ടെ, നമുക്ക് മിണ്ടാം എന്ന് പറയുമ്പോ തിരുവുദ്ധാനത്തിന്റെ വിജയം ഭവനങ്ങളിലേക്ക് വരികയാണ്.